പുഴ പിടിക്കട്ടെ വർഷത്തെ ദൈവം അനുവദിച്ചു കൊടുത്ത ജീവിതത്തിന്റെ വഴിത്താരവിട്ട് ദൈവസന്നിധിയിലേക്കുള്ള മടക്കയാത്ര പ്രിയപ്പെട്ട സഹോദരൻ ആരംഭിച്ചിരിക്കുകയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാരണമാണ്. ദൈവസന്നിധിയിൽ ഈ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്കെല്ലാവർക്കും കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കാൻ. ജീവിതത്തിൽ കടന്നുപോയ വഴികൾ അത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ വ്യത്യസ്തമാണ്. കടന്നു പോകുന്ന വഴികളിൽ നന്മകൾ വിരിയിച്ച് കടന്നു പോകാനുള്ള ഒരു നിയോഗം നമുക്കെല്ലാവർക്കും. ഈ നിയോഗം എന്ത് നന്മയാണ് അവശേഷിപ്പിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ മേഖല. രണ്ട് കുടങ്ങളുമായി ഒരു അമ്മ തന്റെ പറമ്പില് ജലസേചനം നടത്തുവാനും പറമ്പിൽ നിറയെ കാർഷിക വിഭവങ്ങളൊക്കെ ഒരുക്കണം. രണ്ട് കുളത്തിലും കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് ചെടികൾക്ക് ഒഴിക്കാനായിട്ട് ഈ വീട്ടമ്മ ഒരുങ്ങി വരും. കാലഘട്ടം കൊണ്ടാകാം ഒരു കുളത്തിന്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു. അവിടെ ഇവിടെയൊക്കെയാണ് ചെറിയ ദ്വാരങ്ങളൊക്കെ വീണു. കോഴി കൊണ്ടുവരുന്ന വെള്ളം മുഴുവനും അവസാന സ്ഥലത്ത് എത്താൻ പറ്റാത്ത പരിപാടി. അങ്ങനെയായപ്പോ കുടമൊരിക്കല് തന്റെ യജമാനത്തിയോട് പറഞ്ഞു, അമ്മ എന്തിനാ എന്നെ വെറുതെ ചുമക്കണേ? എന്നെ കൊള്ളില്ല, കളഞ്ഞേരെ. എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. കിണറ്റിൽ നിന്ന് കോരി എടുക്കുന്ന വെള്ളം മുഴുവനും കൊണ്ടുവന്ന് തെങ്ങിന്റെ ചുവട്ടിലോ ചെടികളുടെ ചുവട്ടിലോ ഒഴിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഇനി എന്നെ സൂക്ഷിക്കേണ്ട, എന്നെ കളഞ്ഞിട്ട് മറ്റൊരു കുടമാക്കി. ഇത് പറഞ്ഞപ്പോ ആ അമ്മ കുടത്തെ കുടം കടന്നു വന്ന വഴികളിലേക്ക് ഒന്ന് തിരിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നീ വന്ന വഴിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ഇടതും വലതും കൈകളിലെ കുടം താങ്ങി പിടിച്ചുകൊണ്ടാണ് ഞാൻ വെള്ളം കോരി ഈ തെങ്ങിന്റെയും മറ്റു ചെടികളുടെയും ചോട്ടിലേക്ക് വരുന്നത്. ഈ വന്ന വഴിയിൽ നീ വന്ന വഴി തിരിച്ചു
വന്ന വഴികളിൽ മുഴുവൻ ചെടികള് പൂവിരിഞ്ഞ് മനോഹരമായി സുന്ദരമായി നിൽക്കുന്നു. ഒരുപക്ഷെ എന്റെ കയ്യില് ഫലപുഷ്ടി നിറഞ്ഞ വിളവുകൾക്ക് വേണ്ടിയിട്ട് കൊരുത്തു വെച്ചിരുന്ന മാറ്റിവെച്ചിരുന്ന മറ്റേ ഗുണം ചെയ്തതിനേക്കാളും ഏറെ നന്മ നീ ചെയ്യും. നിന്നെ ഉദ്ദേശിച്ച ആ മരത്തിന്റെ ചുവട്ടില്, ആ തെങ്ങിന്റെ ചുവട്ടില് നീ വെള്ളം നൽകിയില്ലെങ്കിലും വന്ന വഴികളിലേക്കോ നീ ഒരുപാട് പേർക്ക് വെള്ളം നൽകി. നീ കടന്നു പോകുമ്പോ നിന്നെ ഞങ്ങൾക്ക് വേണം. നിന്റെ ജീവിതം കൊണ്ട് നീ ഒരുപാട് നേടി. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നമ്മൾ ഏറെ പേർക്കും മനസ്സിലാകാത്ത ഒരു ജീവിതം, ഈ ജീവിതത്തെ കുറിച്ച് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. മോനെ, നീ കടന്നു വന്ന വഴികളിൽ നീ വിരിയിച്ച കുറെ പൂക്കള്, നീ കടന്നുപോയ വഴികളിൽ നീ ആർക്കൊക്കെയോ പങ്കുവെച്ച കുറെ നന്മകൾ, അത് ദൈവസന്നിധിയിൽ വിലമറിയപ്പെടും. നമുക്ക് പ്രതീക്ഷിക്കാം സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്തി മുമ്പ് സാധിക്കുവാൻ വിശുദ്ധ കുർബാനയൊക്കെ കൊടുക്കുവാനൊക്കെ സാധിച്ചപ്പോൾ തന്റെ കഴിഞ്ഞ ജീവിത വഴികളെ ഓർത്ത് ഏറെ വേദനയോടുകൂടി പറയുകയും കരയുകയും ഒക്കെ ചെയ്ത നിമിഷങ്ങൾ ഓർക്കും. ദൈവത്തിന്റെ പദ്ധതി വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. ഈ മകൻ ദൈവത്തിന്റെ വലതു ഭാഗത്ത് അവൻ അന്ത്യവിധിനാളായിട്ട് കടന്നു വരുമ്പോൾ വലതു ഭാഗത്തെ ചെമ്മരിയാടുകളോട് ചേർന്ന് വിധിവാചകം കേൾക്കാനായിട്ട് ഉണ്ടാകണം. അത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ പ്രാർത്ഥനയുടെ വഴി കത്തോലിക്കാ സഭയുടെ വലിയ വിശ്വാസമുണ്ടല്ലോ, സമരസഭയും സഹനസഭയും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സഹനസഭയിൽ നിന്ന് വിജയസഭയിലേക്കുള്ള യാത്രയിൽ ഈ മകനെ ചേർത്ത് പിടിക്കാനും വഴി നടത്തുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാവരുമാണ്. പ്രത്യേകിച്ച് ഞാൻ പറയും, ചേച്ചി മക്കളുമൊക്കെ കൂടുതൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ ചേർത്ത് വെച്ചു. വടക്കുമുറിയുടെയൊക്കെയുമായിട്ടുള്ള ഈ കുടുംബത്തിൽ ഏറെ ബന്ധമുണ്ട്. നിങ്ങൾ എല്ലാവർക്കും അറിയാം, അതിർത്തിയിലാണ് താമസം. അതുകൊണ്ട് തന്നെ മക്കളെ വേദപാഠം പഠിച്ചതും വളർന്നതും ഒക്കെ വടക്കുമുറിയുടെ ഒരു പ്രസ്ഥാനത്തിലാണ്. കൃഷ്ണായും അതുപോലെ അവരുടെ ജീവിതത്തിൽ എന്നും ഇസ്ലാമിന്റെ വലിയ ശക്തി, ജീവിതത്തിന്റെ സഹനങ്ങളിലും നൊമ്പരങ്ങളിലും ഒക്കെ താങ്ങായിട്ട് ഉണ്ടായിരുന്നു. വിശുദ്ധ അഗസ്തീനോസിനോടൊപ്പം ഈ മക്കളെ ചേർത്ത് വിളിച്ച വിശുദ്ധ ഇസ്ലാമിന്റെ മാധ്യസ്ഥതയുടെ മുമ്പിൽ ഒരിക്കൽ കൂടി നമുക്ക് ഈ ഭവനത്തെ ചേർത്ത് പിടിക്കാം, ഈ മക്കളെ ചേർത്ത് പിടിക്കാം. ഇനിയുള്ള വഴികളിൽ പ്രാർത്ഥനയോടെ ഈ കുടുംബത്തിന്റെ നന്മകൾ നമുക്ക് ഏറ്റുവാങ്ങാം. ഈ കുടുംബത്തിൽ നിന്ന് യാത്രയാകുന്ന പിതാവിന്റെ മരണം ഒരു നൊമ്പരമായി, ഒരു വിങ്ങലായി ഈ മക്കളുടെ ജീവിതകാലിക ജീവിതത്തിൽ സൂക്ഷിക്കുമ്പോഴും ദൈവം കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഇവരെ നിറയ്ക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരപ്പന്റെ സ്ഥാനം ഒരു കുടുംബത്തിൽ ഒത്തിരി വലുതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഈ മരണം 55-ാമത്തെ വയസ്സിൽ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ വഴികൾ നമ്മൾ കിടക്കുന്നത് ഇങ്ങനെ പൂക്കളുടെയൊക്കെ മധ്യത്തിൽ കൂട്ടിപ്പിടിച്ച കടകളുമൊക്കെ ആയിട്ട് ദൈവസന്നിധിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ പറയാൻ നമുക്കുണ്ടാകണം, കടന്നുപോയ വഴികളിൽ എന്നെ ഓർത്ത് കരയാനും എന്നെ ഓർത്ത് നൊമ്പരപ്പെടാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ആരെങ്കിലും ബാക്കിയുണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ വേണം നമ്മൾ ലോകത്തിൽ ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായിട്ട് തീരുമാനം വേണ്ടിയിട്ട് കടന്നു പോകുമ്പോൾ ഈ പ്രിയപ്പെട്ട മകൻ ഒരുപാട് ആഗ്രഹത്തോടെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. മഹാഉത്തരവാദിത്തമായിട്ടില്ല ഈ പ്രിയപ്പെട്ട സാഹചര്യത്തിന്റെ ഭൗതിക യോഗത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം. ദുഃഖാതരായ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട ചേച്ചിയും കൃഷ്ണമോളെയും അതുപോലെ എല്ലാം ഈ ദേവയോഗത്തിന്റെ അനുശോചനം ഞങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ ജനത്തിലെയും അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ കുറേയേറെ ഓഫീസേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ അന്തിമ ഉപചാര അർപ്പണമൊക്കെ നമ്മുടെ ശുശ്രൂഷകൾക്ക് ശേഷം ദേവാലയത്തിലെ അകാദമികൾ നടത്തപ്പെടുന്നുണ്ട്. നമുക്ക് വിശ്വാസത്തോടെ ബോധ്യത്തോടെ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ് അന്ത്യവിധി ദിനത്തിൽ തന്റെ മാലാഖമാരോട് ചേർന്ന് സ്വർഗത്തിലെ വലതുഭാഗത്ത് ചെമ്മരിയാടുകളോട് ചേർന്ന് ഇതിനെ ചേർത്ത് പിടിക്കാം. സ്വർഗത്തിലെ അനുഗ്രഹം ഈ പ്രിയപ്പെട്ടമായി നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് എല്ലാവർക്കും സമാശ്വാസികളും അനുഗ്രഹദായകമായിട്ട് തീർത്തേന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേക്കാം, ശുശ്രൂഷിക്കാം. പറഞ്ഞപ്പോൾ ഞാൻ
ദൈവത്തിന്റെ ഭവനമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധമായ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാസനമായ ആത്മാവിന്റെ പാവനം ചെയ്യുകയും ചെയ്ത് പ്രിയപ്പെട്ട ദേവാലയമേ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാരമ്പര്യമായ പുരോഹിതനെ ദൈവവചനങ്ങളായ ആത്മാവിന് വർഷം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നവരെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും നൽകുകയും മരണശേഷം ഉയർപ്പിച്ച് രക്ഷനാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. Party, attention! Slow up! Road party, reset up! Rest on your arms, reverse!
party. Reset. Up. Third party. Slope. Up. Party. Order. Up. Stand loading position. One round. Load. Reset. Police. Back. Down. Reload. Present. Police. Back. Down. Reload. Present. Police. Back. Down. Unload. Order up. Standard is. Pick up gun gear. Party attention. Break off.